ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയും അവരുടെ കറൻറ്റ് ഫീലിങ്സ്, അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസും ഒക്കെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്, അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഏസ് ഓഫ് പെൻഡക്കിൾ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ ടാരോട്ട് കാർഡും കൂടി എടുക്കാം. ഒരുപാട് കാർഡ്സ് ഉള്ളതുകൊണ്ടാണ് എടുക്കാത്തത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സ്. കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ടെൻ ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനും അതുപോലെ തന്നെ കറൻറ്റ് ഫീലിങ്സും ഇവിടെ കണക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്പ്രെഡുകൾ കാണുന്ന സമയത്ത് ഒന്നാമതായിട്ട് ഇവിടെ പറയേണ്ട കാര്യം, നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ഈ കാർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർ ആക്ഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിത്. രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അവർക്ക്, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് ഏത് ചോയ്സാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതിലേക്കാണ് അവർക്ക് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഓക്കെ, അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, അത് എന്തുമാകാം. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ആക്ഷൻ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ കണ്ണ് കെട്ടിയ അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ 8 ഓഫ് സോർട്സ് എന്ന കാർഡും കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആണ് ഈ കാണിക്കുന്നത്. സെയിം അവസ്ഥ തന്നെയാണ്. അവർ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ആക്ഷനോ ഡിസിഷനോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. റീസൺ ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതെന്താന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും ഒരു റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തോറ്റു പോയിട്ടുള്ളൊരവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ. മേ ബി നിങ്ങളുടെ ബന്ധത്തിനായിരിക്കാം. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അവർക്കത് സാധിച്ചില്ല. അവരതിൽ തോറ്റുപോയി. ഓക്കെ, അതിനുള്ളൊരു റിസൾട്ട് അവർ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതായത് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പലതും വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ഒരുപാട് കൊടുക്കുന്ന ആളാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരു കൊടുക്കൽ വാങ്ങൽ ഈക്വൽ ആയിട്ട്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കരമായിരുന്നു, അങ്ങോട്ട് കൊടുക്കുന്ന തന്നെയാണ് ഇങ്ങോട്ട് കിട്ടുന്നതും. അതായത് ഒരു ഈക്വാലിറ്റി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ. പക്ഷെ അത് ഓവർ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം സ്നേഹം കൊടുത്തത് ഓവറായിരുന്നു. ഓക്കെ, അതായത് ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് സ്നേഹബന്ധത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഓവറായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് പോവുക. ഓക്കെ, അങ്ങനെ ഓവറായിട്ട് ഡിപ്പെൻഡഡ് ആയിരുന്നു നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ. ഓക്കെ, ഇനി അവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു മദർ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് എംപ്രസ് എന്ന കാർഡാണ്, ഒരു മദർ എനർജി വരുന്ന ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങൾ വളരെയധികം കെയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങൾ കൊടുക്കുക, അവരൊരു നേർവഴിക്ക് നിങ്ങൾ നയിച്ചിട്ടുണ്ടാകാം. അതായത് ഒരു അമ്മയും മകനും പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രയും കെയർ ചെയ്ത് വെക്കുക, അവരുടെ പല കാര്യങ്ങളിലും അഭിപ്രായം കൊടുക്കുക. അവർ സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് ഓടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹീലാകും. ഓക്കെ, അതായത് ഒരു അഭിപ്രായം കിട്ടുക, അവർക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ മറന്നുപോയി സന്തോഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം ആ പേഴ്സണെ നോക്കിയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ഓവർഫ്ലോ ചെയ്തിട്ടുള്ള സ്നേഹം കാണിക്കുന്നത് നിങ്ങളതായിരിക്കാം. അതായത് അവരിൽ ഡിപ്പെൻഡഡ് ആയി പോയിട്ടുള്ള ഒരു എനർജി ഈ റീഡിങ് കാണുന്ന നിങ്ങളുടെ ആയിരിക്കാം. ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിങ്ങനെ, അതായത് അന്ധമായി വിശ്വസിച്ച് നിങ്ങളെപ്പോലും മറന്ന് നിങ്ങൾ സ്നേഹിക്കുക. ഓക്കെ, അത്രയും വാല്യൂ കൊടുത്ത് സ്നേഹിക്കുക. അത് ചെയ്തത് നിങ്ങളായിരിക്കാം. അത് ഓവറായിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് കാണിച്ചത്. 2 കാർഡും അടുത്തടുത്താണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് വരുന്നുണ്ട്, ഭവിഷ്യത്തുകൾ ഉണ്ടാകും. ഓക്കെ, പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു ഒരു മദർ എനർജി വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു അൺകണ്ടീഷണൽ ലവിലായിരുന്നിരിക്കാം, അതായത് ഭയങ്കര സ്നേഹം. ഓക്കെ, എന്താ പറയുക, പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പ് എന്തെങ്കിലും സംതിങ് ഈ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെന്നല്ല, നിങ്ങളുടെ വ്യക്തിയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡഡ് ആയിരിക്കാം. നിങ്ങൾ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ റീഡിങ്ങിലും ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഡിസ്റ്റൻസ്. അത് ഏജ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് നാളായിരിക്കാം, കണ്ടിട്ട് ഒരുപാട് നാളായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം എടുക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള 2 കാർഡുകൾ, ഒന്ന് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്, അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് കപ്സ് എന്ന കാർഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെ നല്ല രീതിക്ക് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഒന്നും തന്നെ പറഞ്ഞു വരാനോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഇവിടെ മെയിനായിട്ടും ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ സ്റ്റേജ് ആയതുകൊണ്ടും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയുള്ളത്, നിങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യാത്തത് ഒക്കെ കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ കൂടെയുള്ളൊരു ഫാമിലി പോലെ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയിരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അല്ലെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അങ്ങനെയുള്ളൊരു സ്വപ്നം അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒന്നിക്കാൻ പറ്റുന്നവരാണെങ്കിലും ഒന്നിക്കാൻ പറ്റാത്തവരല്ലെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്നത്. അങ്ങനെയാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഈക്വാലിറ്റി, ഫസ്റ്റ് ടൈം ഒരു ഈക്വാലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്കും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സെപ്പറേഷനിലേക്കൊക്കെ വന്നതായിരിക്കാം. ഓക്കെ,
പിന്നെ ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ, പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇപ്പോഴവർക്ക് അതിലൊക്കെ ഒരു സക്സസ് വന്നിട്ടുണ്ട്, ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ നേടി തന്നിട്ടുണ്ടാകും. ഓക്കെ, അവർ ഒരുപാട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരിക. പക്ഷെ അത് എവിടെ നിന്നാണോ എന്താണോ എന്നുള്ളതൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷെ അവർ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടിത്തരിക, അല്ലെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യലി അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആ സമയത്ത് ആ പേഴ്സൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട്, ഇവിടെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വ്യക്തികൾ മാത്രമല്ല, അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ അത് കഴിഞ്ഞപ്പം അവർക്ക് മേ ബി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പലതും തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ മാറി നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്നത് സംസാരിക്കാതെ അവർ മാറി നിന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, ഓക്കെ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിയ പേഴ്സൺസ് ആണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഒരു നിങ്ങളെ മാറ്റി നിർത്തിയ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഉള്ളവർ എടുക്കോട്ടെ. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡേ ഡ്രീമർ ആയിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അവരിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു ഡേ ഡ്രീം കാണുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മേ ബി ഇപ്പം അവർ വേറെ മാരീഡ് കഴിഞ്ഞ ഒരാളാണെങ്കിലും, എത്ര ഏജ് ഉള്ള ഒരാളാണെങ്കിലും, നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള ഒരു ബന്ധമാണ് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ്, സ്നേഹിക്കുന്ന സമയത്തും അവരത് അങ്ങനെ തന്നെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പൊസിഷൻ അങ്ങനെയായിരുന്നു. ഓക്കെ, അവർ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്ന കാർഡ് അതാണ്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ചില പോയിന്റുകൾ വരുന്ന സമയത്ത്. ഓക്കെ, എവിടെയും സപ്പോർട്ട് കിട്ടാത്തൊരു സമയത്തായിരിക്കാം അവർക്ക് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഓക്കെ, ഇവിടെ അപ്പം നമ്മുടെ ടോപ്പിക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ മനസ്സിലായിട്ടുണ്ട്. അവർക്ക് കൺഫ്യൂഷൻ ആണ്, വേറെന്തോ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അവർ. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, പക്ഷെ അത് പലവർക്കും ഫിനാൻഷ്യലി ആണ്, അല്ലാത്തവർക്ക് വേറെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. അതാണ് അവരുടെ ഒരു അവസ്ഥ, അതാണ്. അതുകൊണ്ടാണ് അവർക്കൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ ക്യൂൺ ഓഫ് വാൻഡ്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടെ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരും. സ്നേഹമുള്ള ഒരാളാണെങ്കിൽ അവർ എങ്ങനെയാണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യില്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും. ഇവിടെ കാണിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ആ പേഴ്സൺ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ അവരുടെ പാരൻസ് ഒക്കെ ഈ ഒരു ബന്ധത്തിന് എതിർപ്പാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം അറിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വ്യക്തികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തികൾ, ആ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ വ്യക്തിക്ക് അവിടെ സൈലൻ്റ് ആയിരിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതും അവർക്ക് വാല്യൂ കൊടുക്കുന്ന എന്തുകൊണ്ടോ വെച്ചാൽ, ഇവിടെ ഒരു ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് വന്ന് തുറന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടൊന്ന് ഈ പ്രശ്നം ഒന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും അവരിൽ ഡിപ്പെൻഡഡ് ആയിപ്പോവും. ഓക്കെ, ഇവർക്ക് അവിടെ നിന്നൊരു എസ്കേപ്പ്, നിങ്ങളുടെ അടുത്ത് നിന്നൊരു എസ്കേപ്പ് സാധ്യമാവില്ല എന്നുള്ളത് ഇവർക്ക് ഓൾറെഡി അറിയാം. അതായത് ഇവരെ നിങ്ങൾ ഏത് സമയം ആശ്രയിക്കുന്നുണ്ടാകാം, ഏത് സമയം വിളിക്കാനോ മെസ്സേജ് അയക്കാനോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവരുടെ പ്രസൻസ് നിങ്ങൾക്ക് വേണം. അത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അടുത്ത് വേണം എന്നുള്ളത്. അപ്പോൾ അവർ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവർ ബ്ലോക്ക് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും നിങ്ങൾ ഡിപ്പെൻഡഡ് ആയി പോകും, പിന്നെയും പ്രശ്നങ്ങൾ വന്നു കൊണ്ടേയിരിക്കും എന്നൊക്കെയുള്ള വിചാരം കൂടി ആ പേഴ്സൺ ഉണ്ട്, അവരുടെ തോട്ട്സിലുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഫീലിങ്സ് അവരിങ്ങനെ അടക്കി വെക്കുന്നത്. ഓക്കെ, അത് പുറത്ത് പറയാതെ എല്ലാം തന്നെ ഉള്ളിൽ വെക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി നോക്കാം, വ്യൂവേഴ്സിൻ്റെ എനർജി. ഏസ് ഓഫ് കപ്സ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ ഡിപ്പെൻഡഡ് ആയിരിക്കാം ഈ പേഴ്സണിൽ. അതായത് ഇപ്പോഴും നിങ്ങൾ എത്ര നാൾ നിങ്ങൾ കോണ്ടാക്ട് ഇല്ലെങ്കിലും, ഒരുപാട് നാളത്തെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും, നിങ്ങൾ ഇപ്പോഴും അവരോടുള്ള സ്നേഹം നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുകയാണ്. ആ സ്നേഹം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകാം. അതായത് അവർ തെറ്റ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്ത ആരാണെങ്കിലും മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്ന് വരെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അത്രയ്ക്കും നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ട്, ഡിപ്പെൻഡഡ് ആയി പോയിട്ടുണ്ട് അവരുടെ സ്നേഹത്തിൽ. അത് എന്ത് തരത്തിലുള്ള സ്നേഹമാണെങ്കിലും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ട് ആ പേഴ്സണിൽ എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിവിടെ അവരിങ്ങനെ എപ്പോഴും ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്, നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആ ചേസ് ചെയ്ത് പോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടുന്നില്ല ലൈഫിൽ. നിങ്ങളുടെ ബാലൻസ് അവിടെ ഇല്ലാണ്ടായി പോവാണ്. ഓക്കെ, അതായത് ബാലൻസ് ഇല്ല എന്ന് പറയുമ്പം എന്താ പറയുക, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ, ഡിപ്രഷനിലേക്ക് പോവുക, ഒരു ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കം വരാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ മൂവ് ഓൺ ചെയ്താലും നിങ്ങൾ ആ ചേസിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പുറത്തില്ല, എനിക്ക് പേഴ്സൺ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾ അവരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് എത്രയോ കുറേ നാൾ കൊണ്ട് നോ കോണ്ടാക്റ്റിലുള്ളവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ നാളുകൊണ്ട് നോ കോണ്ടാക്ട് ഉണ്ടായിട്ട് നിങ്ങൾ ആ ഒരു സ്നേഹം വളരെയധികം കീപ്പ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെങ്കിലും ഒന്ന് വന്നാൽ മതി, അവരെങ്ങനെ വന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർ. എല്ലാവരുടെയും എനർജി അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, മിണ്ടാതെ മാറി നിന്ന് അവരെ ചേസ് ചെയ്ത് നോക്കുന്നവരുടെ എനർജി ഉണ്ട്. അതായത് അവരെ കോണ്ടാക്ട് ഒന്നും ചെയ്യാതെ അവരുടെ ഇൻസ്റ്റഗ്രാം, FB പേജ് നോക്കുക, അതുപോലെ വാട്സപ്പിൽ ബ്ലോക്ക് അഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിനോട് അന്വേഷിക്കുക, അങ്ങനെയുള്ള ചേസിങ് എനർജിയും ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ചേസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം വരേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും വരും എന്നുള്ള രീതിയിൽ സ്നേഹം നിങ്ങൾ കീപ്പ് ചെയ്യുക. പക്ഷെ അവർ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള യൂണിവേഴ്സ് മെസ്സേജ്. കാരണം നിങ്ങളിവിടെ നിങ്ങളുടെ ഹെൽത്തിനെ ഡൗൺ ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഹെൽത്തിനെ മോശമാക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ, ചിലവരുടെ എനർജി ഞാൻ പറയാണ്, നിങ്ങൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അവർക്ക് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പോൾ അത് അവർക്ക് വാല്യുബിൾ ആണ്, അതുകൊണ്ട് എന്നിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും കണ്ണടച്ച് നിങ്ങൾ ആ പേഴ്സണിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വീണു പോയിരിക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അത് ചിലവരുടെ എനർജിയിലാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ ഇതിൽ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് വരേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും വരുന്നതാണ്. ഓക്കെ, അത് ഇവിടെ യൂണിവേഴ്സിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ അങ്ങനെ ഒരു എനർജി വേണ്ട. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് പോകുന്നുണ്ട്, നിങ്ങളെ വേറെ ആരൊക്കെയോ വലിച്ചു കൊണ്ടുപോവാണ്. ഓക്കെ, നിങ്ങളെ ഏതോ ഇങ്ങനെ അന്ധമായിട്ടിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളെ മറ്റുള്ളവരാണ് ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടെങ്കിൽ പോലും, മൂവ് ഓൺ ചെയ്ത് ഇനി വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ഭയങ്കരമായിട്ടും സൈലൻ്റായി എന്താ പറയുക, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്ന് ഹീലായിട്ട് വരാനുള്ള ടൈമിങ്ങിലാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അപ്പം ബാലൻസ് ഇല്ലായ്മയാണ് അത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ബാലൻസ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് ഏറ്റവും ഇവിടെ കാര്യമായിട്ട് പറയുന്നത്, നിങ്ങൾ അവരിൽ അത്രയും ഡിപ്പെൻഡഡ് ആയി പോയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അത്രയും സ്ട്രെക്കാണ് നിങ്ങൾ ആ പേഴ്സണിൽ എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് വരേണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വരിക തന്നെ ചെയ്യും. അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ വെറുതെ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, എംപ്രസ് കാർഡ് ഇവിടെ എഗെയിൻ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡും എംപ്രസ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിലൊരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം പോലെ അത്രയ്ക്കും സ്നേഹം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ആ വ്യക്തിനെ. അത് ആ വ്യക്തിക്ക് അറിയാം. ആ വ്യക്തി അതിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പിന്നെയും ഒരു പ്രശ്നമാകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്, ഇനിയും ഞാൻ ചതിക്കേണ്ടി വരും എന്നൊക്കെയുള്ളൊരു, ഇറങ്ങി പോവേണ്ടി വരും ആ ബന്ധത്തിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ളൊരു വിചാരത്തിലാണ് അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങളെ അവരുടെ ഫീലിങ്സിൽ നിങ്ങളുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ കാർഡ് എഗെയിൻ ആൻഡ് എഗെയിൻ വന്നത്. ഓക്കെ, വളരെ മിസ് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, പക്ഷെ റെസ്പോണ്ട് ഇല്ലാത്തത് ഈ ഒരു റീസൺ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്, കൺഫ്യൂഷൻ കൊണ്ടാണ്. ഓക്കെ, ആ സ്റ്റേജ് ആയതുകൊണ്ടാണ് അവർക്ക്. ഓക്കെ,
അപ്പം ഗൈഡൻസ് പരമാവധി എടുക്കുക. നിങ്ങൾ ചേസ് ചെയ്യുന്ന എനർജിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവനവനിൽ ഫോക്കസ്ഡ് ആയി പോവുക. ഓക്കെ, നിങ്ങളെ മറന്നു പോയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.